കണ്ണൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച സംഭവം വിവാദത്തിൽ. രാവിലെ ഫയർഫോഴ്സ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചയാളാണ് വൈകിട്ടോടെ മരിച്ചത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മതിയായ ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്ന് ദൃക്സാക്ഷികളായ ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നു. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത് എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷാരിമ, നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ആ കാവി മുണ്ടുടുത്ത ആളാണ് മരിച്ചത്. ഈ സംഭവം ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 9:15 കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഫയർഫോഴ്സ് ആണ് ഇയാളെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അവരുടെ ആംബുലൻസിലാണ് എത്തിച്ചത്. പോലീസ് വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് അയാളെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് വൈകിട്ട് 4:45 ഇയാൾ ഈ ആശുപത്രിക്ക് സമീപം തന്നെയുള്ള ബസ് സ്റ്റാൻഡിന് സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവമാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. ഈ സംഭവം വിവാദം എന്ന് പറയാൻ കാരണം മതിയായ ചികിത്സ ഇയാൾക്ക് ലഭിച്ചില്ല എന്നൊരു ആരോപണം ഉയരുകയാണ് ഇപ്പോൾ. അത് പ്രധാനമായും പറയുന്നത് ഈ ജില്ലാ ആശുപത്രി പരിസരത്തെ ആംബുലൻസ് ഡ്രൈവർമാർ തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാം. അവർ തന്നെയാണ് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയതും. ഫാസിൽ നമ്മളോടൊപ്പം ചേരുകയാണ്, ആംബുലൻസ് ഡ്രൈവർ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ദൃശ്യം പകർത്തണം എന്ന് തോന്നാനുണ്ടായ കാരണം എന്താ? എന്നുവെച്ചാല് ഇവിടെ വന്നപ്പോൾ സെക്യൂരിറ്റിക്കാരും പോലീസും അവരെല്ലാം അടിച്ചു പായിപ്പിക്കുന്ന ഒരു സീനാണ്. അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്ന വെച്ചാൽ കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പിന്നെയും ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ 2 സെക്യൂരിറ്റിക്കാരും ആ പോലീസുകാരനും കൂടി, എയ്ഡ് പോസ്റ്റിലെ പോലീസുകാരും കൂടെ വായിപ്പിക്കുകയും ചെയ്ത് ഒരു 3/4 മണിക്കൂർ അയാൾ ഉള്ളിൽ കയറാൻ വേണ്ടി കുറേ കളിച്ചു. വേദന അത്രക്കുണ്ട്, അയാൾക്ക് നിൽക്കാനേ പറ്റുന്നില്ല. ആ രീതിയിൽ വന്നിട്ട് അങ്ങനെയാണ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെല്ലാവരും കൂടി ഇയാളെ അടിച്ചിട്ട് പുറത്താക്കിയത്. പുറത്ത് ഈ റോഡിൻ്റെ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അയാൾ വീണുപോകുമെന്ന് വിചാരിച്ചിന്. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു? ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇവിടെയുണ്ട്, ഞാനുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 3 ആളും ഒരു വണ്ടിയിൽ ഈ ആംബുലൻസിലാണ് ഉണ്ടായിരുന്നത്. ഈ ആംബുലൻസ് ഇവിടെ നിന്നുണ്ടായിരുന്നു. ഈ ആംബുലൻസിലാണ് നമ്മൾ 3 ആളും കാണുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു, വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇയാൾ ട്രീറ്റ്മെൻറ്റ് എന്നിട്ട് ഇവർ പറയുന്നത് പെരിയാറ്റേക്ക് റെഫർ ചെയ്തതാണ്. അപ്പം 108 വിളിച്ചു, 108 വരികയും ചെയ്തു. 108 വന്ന ഉടനെ 108ൻ്റെ ആൾക്കാർ പറഞ്ഞു ബൈസ്റ്റാൻഡർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ എടുക്കാതെ തിരിച്ചു പോയി. അയാളെ ഈ ട്രീറ്റ്മെൻറ്റ് നല്ലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ന് മരണത്തിലേക്ക് പോകില്ലായിരുന്നു. അയാളെ മരണത്തിലേക്ക് ഓടിച്ചിട്ട കണക്കായി. നമ്മളെ കണ്ണിൽ അങ്ങനെ കണ്ടേ. കുറേ ലേഡീസ് ഇവിടെ വന്ന കുറേ ആൾക്കാർ എല്ലാവരും പറഞ്ഞ് അയാളെ എവിടെയെങ്കിലും കൊണ്ടാക്കിക്കൂടെ, ഇങ്ങനെ പായിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ഇതാണെന്നെല്ലാം നമ്മൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവരെല്ലാം തീരുമാനം എടുക്കണ്ടേ, അവർക്ക് വിളിക്കാം, തണലിൽ വിളിക്കാം, അവിടെ വിളിക്കാം, എവിടെയെങ്കിലും വിളിച്ചിട്ട് അവർക്ക് ആക്കാനേ ഉള്ളൂ. അതൊന്നും ചെയ്യാതെ ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അത്രത്തോളം ഉണ്ടായത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അയാൾ മരിച്ചു. ചെറുപ്പക്കാരനെ കണ്ടിട്ട് വലിയ രോഗമൊന്നും അയാൾക്ക് കാണുന്നില്ല. അയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അയാൾക്ക് കാലിന് ഭയങ്കര നീരും രക്തം കല്ലിച്ച പോലെ ആയിരുന്നു കാലെല്ലാം കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് കാല് നിലത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ആ രീതിയിലാണ് അയാൾ ഉണ്ടായത്. എന്നിട്ട് മതിയായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ന് ഈ ഗതിയിലാവില്ലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവർക്കെല്ലാം ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരും. നിങ്ങളൊക്കെ ഇത് നമ്മൾ ഈ ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇവിടുന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് അവരെ ഉന്തി പായിപ്പിക്കുന്നത് ആദ്യം തള്ളി പായിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോലീസുകാർ വന്നിട്ട് പോലീസുകാർ അവിടെ ഇരുത്തിച്ചിട്ട് പോലീസുകാർ പോയതിനു ശേഷം പിന്നെ അയാൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവർ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അതിൽ ഒരാൾ അടിക്കുന്നുണ്ടായിരുന്നു. അടിച്ചിട്ടാണ് അവരും പുറത്ത് വന്നിട്ട് 3 പ്രാവശ്യം ഉള്ളിലേക്ക് പോകുന്നിടത്തുനിന്നാണ് പിന്നെയും പുറത്ത് വന്നിട്ടാണ് പിന്നെ പോക്കാന്ന് നേരെ മരണത്തിലേക്ക് അവർ പോയത്. അതൊരു വല്ലാത്തൊരു സങ്കടകരമായ ഒരു സംഭവമായി മാറി. അപ്പം ഞങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് ഈ ദൃശ്യങ്ങൾ മൊത്തമായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. ഫാസിൽക്കും മുനീറൊക്കെ പറഞ്ഞ പോലെ ഞാനും അത് കൂട്ടത്തിലുണ്ടായ ആളാണ്. അന്നേരമാണ് ഫാസിൽക്കാർക്ക് അത് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നിയത്, ആ ദൃശ്യങ്ങളൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നിയത് അന്നേരമാണ്.
അതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം. എന്തായാലും ഈ ആംബുലൻസ് ഡ്രൈവർമാർ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ മുതൽ ഇത് കാണുന്നുണ്ടായിരുന്നു. അവർ തന്നെയാണ് ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങൾ പകർത്തതും ഈ ആംബുലൻസ് ഡ്രൈവർമാരാണ്. എന്തായാലും സങ്കടകരമായ ഒരു കാര്യം, മതിയായ ചികിത്സ ലഭിക്കാതെ ഒരാൾ മരണപ്പെട്ടു എന്നുള്ള ഇവരുടെ ഈ ആരോപണം ശരിയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും നമ്മൾ ജില്ലാ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു, RMOയുമായി സംസാരിച്ചു. RMO ഡോക്ടർ സുമിനുമായി നമ്മൾ സംസാരിച്ചപ്പോൾ RMO പറയുന്നത് അദ്ദേഹത്തിന്റെ എക്സ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിരുന്നു, അതൊക്കെ സൗജന്യമായി നൽകാനുള്ള ഒരു നിർദ്ദേശം താൻ നൽകിയിരുന്നു എന്നാണ് RMO പറയുന്നത്. അങ്ങനെ എക്സ്റേ എടുത്തു. അതിനുശേഷം പരിയാരത്തേക്ക്, അദ്ദേഹത്തിന് കാലിനാണ് പ്രശ്നമുണ്ടായിരുന്നത്, അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരിയാരത്തേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. സർജനാണ് അദ്ദേഹത്തെ ആദ്യം നോക്കിയിരുന്നത്, അതിനുശേഷം പരിയാരത്തേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പരിയാരത്തേക്ക് റെഫർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ 108 ആംബുലൻസിൽ ഇത് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. 108 ആംബുലൻസ് എത്തിയപ്പോൾ ബൈസ്റ്റാൻഡർ ഇല്ല എന്ന കാരണം പറഞ്ഞ് ഇത് കൊണ്ടുപോയില്ല എന്ന കാര്യം ഇപ്പോൾ RMOയും പറയുന്നുണ്ട്. അവരങ്ങനെ ആ രീതിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് RMOയും നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചികിത്സ നൽകിയിട്ടുണ്ട് എന്ന് RMO വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചെറിയ മാനസിക പ്രയാസങ്ങൾ, വിഭ്രാന്തിയിൽ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് RMOയും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതിയായ ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിയാരത്തേക്ക് റെഫർ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിൽ ഇവിടുത്തെ ഈ 108 ആംബുലൻസ് അവർ ഏത് രീതിയിലാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുള്ളൊരു പരാതി ഇപ്പോൾ ഉയരുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി. ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, പേര് വ്യക്തമല്ല, പല കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെന്നാണ് ഫയർഫോഴ്സിനോട് നമ്മൾ സംസാരിച്ചു. ഫയർഫോഴ്സും പറയുന്നത് അദ്ദേഹം പറയുന്നത് വ്യക്തമല്ല എന്നുള്ളതാണ്. ഹിമാചൽ സ്വദേശിയാണ് എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി എന്ന വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഉള്ളത്. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, അദ്ദേഹത്തിന് പ്രയാസമുണ്ടായപ്പോൾ പോലീസ് ഫയർഫോഴ്സിനെ വിളിക്കുന്നു. ഫയർഫോഴ്സ് രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി എന്നാണ് ഈ ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. അടിച്ചു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രി അധികൃതർ പറയുന്നത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം വേണം എന്നൊരു ആവശ്യത്തിൽ തന്നെയല്ലേ നിങ്ങൾ? തീർച്ചയായിട്ടും ഇത് അന്വേഷണം വരാണ്ടിരിക്കാൻ പാടില്ല. ഇതൊരു ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. ഇനി ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. ഏത് അന്യനാട്ടുകാരനായാലും ഇവിടെയുള്ള ആൾക്കാരായാലും ശരി തന്നെ, അവർക്ക് ആദ്യം കൊടുക്കുന്ന, ഇപ്പോൾ നിങ്ങൾ ഡോക്ടർ പറഞ്ഞ കണക്ക് ചിലപ്പോൾ ശരിയായിരിക്കാം, അവർ ഉള്ളിൽ ചികിത്സ കൊടുത്തിട്ടുണ്ട്, ഓരോ റെഫർ ചെയ്തിട്ടുണ്ട്. അത് 108 ഇല്ലെങ്കിൽ ഇവിടെ ആംബുലൻസ് ഉണ്ട്, ഇവിടെ ഗവൺമെന്റ് ആശുപത്രി 2 ആംബുലൻസ് ഉണ്ട്, അതിൽ കൊണ്ടുപോകായിരുന്നു, അതുപോലും ചെയ്തില്ല. 108 ഒഴിഞ്ഞു. ഏതെങ്കിലും സന്നദ്ധ സംഘടനയോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. സന്നദ്ധ സംഘടന പറഞ്ഞിരുന്നു. CH സെന്ററിന്റെ ആംബുലൻസ് ഉണ്ട്, നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ കൊണ്ടുപോയിരുന്നു? തീർച്ചയായിട്ടും കൊണ്ടുപോയിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ കൊണ്ടുപോയിരുന്നു. ഞാൻ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. 4-5 പീസായ റെയിൽവേ ട്രാക്കിൽ കിടന്ന ബോഡി വരെ പോലീസുകാർ വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് നമ്മൾ സിറ്റി സ്റ്റേഷനിൽ ചോദിച്ചാൽ തന്നെ എന്നെ പറ്റിയിട്ട് അറിയാൻ പറ്റും. വാതിൽ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. CH സെന്ററിലും ടൗൺ സ്റ്റേഷനിലും എല്ലാം എൻ്റെ അടുത്ത് നമ്പറുണ്ട്. അവർ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോയലുണ്ട്. അപ്പോൾ അതുപോലെ അവർ ചെയ്തില്ല. ഇത് ഒരു സങ്കടമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണം വേണം എന്നൊരു ആവശ്യത്തിലേക്ക് തന്നെയാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ ഇപ്പോൾ നിൽക്കുന്നത്. ഷാരിമ.